കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ നോമ്പിലൂടെ നാം എല്ലാവരും കടന്നു പോവുകയാണ്. ഈ നോമ്പ് കാലം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? പല പ്രാവശ്യം നോമ്പെടുത്ത് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. എന്നാൽ 2026 ഈ നോമ്പ് കാലത്തിലൂടെ എന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ എഫെസോസിലെ സഭയെ നോക്കി കർത്താവ് പറയുകയാണ്, എങ്കിലും നിനക്കെതിരെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടുക. ഫസ്റ്റ് ലവ് നീ കൈവിടുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് ഈ ആദ്യ സ്നേഹത്തിലേക്കാണ്. ഫസ്റ്റ് ലവ്. ഈ വിശ്വാസ യാത്രയിൽ എവിടെയൊക്കെയോ വെച്ച് കർത്താവിനോട് ഉണ്ടായിരിക്കേണ്ട ആദ്യ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സമൂഹങ്ങൾക്ക്, നമ്മുടെ മിനിസ്ട്രികൾക്കെല്ലാം ഈ ആത്മീയ അപജയം വന്നിട്ടുണ്ട്. നമ്മളിന്ന് കാണുന്ന പല വിധത്തിലുള്ള, അത് വ്യക്തിപരമാകാം, കുടുംബമാകാം, കൂട്ടായ്മപരമാകാം, അനുഭവിക്കുന്ന അസ്വസ്ഥതകളും വേദനകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണം കർത്താവിനോട് ഉണ്ടായിരിക്കേണ്ട ഈ ആദ്യ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തി കാണുന്നതാണ്. ദൈവജനം വളരേണ്ടത് ഈ സ്നേഹ അനുഭവത്തിലാണ്. തുടർന്ന് കർത്താവ് പറയുകയാണ്, റിപ്പന്റ്, നീ അനുതപിക്കുക. ആദ്യത്തെ പ്രവൃത്തികൾ നീ ചെയ്യണം. നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഈ നോമ്പ് കാലം ഇത് അനുതാപത്തിന്റെയും മനസ്സാന്തരത്തിന്റെയും സമയമാണ്. ഈശോ വീണ്ടും പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിലാണ്, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. നമുക്ക് കണ്ണുനീരോടെ കർത്താവിന്റെ അരികിലേക്ക് മടങ്ങി വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരണം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ സമൂഹങ്ങൾക്കും ഈ ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ എന്ന് കണ്ണുനീരോടെ ഈ വിശുദ്ധ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് ഈ ആദ്യ സ്നേഹത്തിലേക്കാണ്. അനുതാപ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ച് ദൈവ ഐക്യത്തിൽ ജീവിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ ഈ നോമ്പ് കാലം പ്രാർത്ഥനയുടെയും കൃപയുടെയും സന്തോഷത്തിൻ്റെയും അതിലേറെ പ്രത്യാശയുടെയും ദിനങ്ങളാക്കി നമുക്ക് മാറ്റാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങളെല്ലാം അങ്ങ് മടക്കിക്കൊണ്ടുവരണം. ഞങ്ങൾക്ക് സ്വയം സാധ്യമല്ല കർത്താവേ, അതിനായി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണമേ. അതിനാവശ്യമായ കൃപകൾ നൽകണമേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ നോമ്പ് കാലം ദൈവകൃപയുടെ അസമൃദ്ധി അനുഭവിച്ച് വളരുന്ന നാളുകളായി മാറട്ടെ. നിങ്ങളേവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.